ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, സ്കൂളുകൾ ഒക്കെ തുറന്നു, കോളേജുകൾ ഒക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു. ചില കോളേജുകളൊക്കെ ഓൾറെഡി തുറന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഒരു നിമിഷം നമ്മുടെ എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. അവരുടെ പഠന മേഖലകൾ, അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ മേഖലകൾ, ജീവിത ലക്ഷ്യങ്ങൾ, ജീവിത വഴികളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാം. ഓ ദിവികാരണീശോയെ, സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന എല്ലാ മക്കളുടെ മേലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിത നമ്മുടെ മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. അവരെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. സ്നേഹമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്കും കോളേജുകളിലൊക്കെ പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാം, സ്നേഹമുള്ള മക്കളെ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റില്ല. നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താകണം, എന്ത് ആയിത്തീരണം എന്നൊക്കെ നമ്മൾ ഇപ്പം തന്നെ ചിന്തിച്ചു തുടങ്ങണം. അങ്ങനെ സ്വപ്നങ്ങളില്ലെങ്കിൽ മാതാപിതാക്കൾ ഇടയ്ക്ക് മക്കളോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള വ്യക്തികളിലാണ് എപ്പോഴും ഉത്സാഹം ഉണ്ടാവുള്ളൂ, കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു താല്പര്യം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നവും ആഗ്രഹവും ഉണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ആ സ്വപ്നത്തിനും ആഗ്രഹത്തിനും വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ മാതാപിതാക്കളുടെ മുഖം തെളിഞ്ഞു നിൽക്കണം. മാതാപിതാക്കളുടെ മുഖവും അവരുടെ കഷ്ടപ്പാടും ഒക്കെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഈ ലോകത്തിൻ്റെതായ പല ചതിക്കുഴികളിലേക്കും ഒന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ളൊരു ജീവിതമാക്കി മാറ്റി തീർക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, സാധിക്കുന്നവരൊക്കെ ചിലപ്പം ദൂരെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ചിലപ്പം എപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. എങ്കിലും സാധിക്കുമ്പോഴൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പറ്റണം. നമുക്കറിയാം, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം, വൈദികൻ കാസയും പീലാസയും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ അവരുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വിഷമമുള്ള വിഷയങ്ങളെയൊക്കെ ദൈവകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു നോക്കുകയും ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ, പഠന ജീവിതത്തിൽ, വിദ്യാഭ്യാസ ജീവിതത്തിലൊക്കെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. പഠിക്കുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. ഈ ചാനലിൻ്റെ അടിയിൽ ഒരിക്കൽ കൂടി അതിൻ്റെ ലിങ്കുകൾ ഇട്ടേക്കാം. സാധിക്കുന്നവരൊക്കെ അതിനകത്ത് കയറി എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് നമ്മുടെ മെമ്മറീനെ നമുക്ക് കൂടുതൽ ഷാർപ്പ് ചെയ്യാനായിട്ട് പറ്റുക, ടൈം ടേബിളുകൾ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം, അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ ചെയ്യുകയും നമ്മുടെ എല്ലാ മക്കളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്നേഹമുള്ളവർ അതൊക്കെ കാണുക. അപ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും കുറഞ്ഞ പക്ഷം മിനിമം ഒരു 2.25 മണിക്കൂറെങ്കിലും പേഴ്സണൽ സ്റ്റഡി ചെയ്യണം. നമുക്കൊരു ട്യൂഷൻ ക്ലാസ്സൊക്കെ നമുക്കുണ്ട്. 2.25 മണിക്കൂർ നമ്മൾ പഠിക്കുമ്പോൾ 45 മിനിറ്റിൻ്റെ ഒരു സ്ലോട്ട് എടുക്കാവുള്ളൂ. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ടൈം ടേബിളുകൾ ഉണ്ടാക്കേണ്ടത്, 45 മിനിറ്റ്, എന്തിനാണ് നമ്മൾ 45 മിനിറ്റ് മാത്രം പഠിക്കുക, അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് എടുക്കുക, അതിൻ്റെ കാരണം എന്താണ്, അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിലും പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക. നമുക്കറിയാം, നമ്മളെ സ്കൂളിലേക്ക് പോകുന്ന പഠിക്കാനാണ് എന്നൊരു ആഗ്രഹത്തോടെ സ്കൂളിലേക്ക് പോവുക. നമ്മുടെ പഠന ജീവിതത്തെയും നമ്മുടെ സ്കൂളിനെയും നമ്മുടെ ജീവിത വഴികളെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലേണ്ട ചില വചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ പഠിക്കാനായിട്ട് പോവുക. ഒന്നാമത്തെ വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം. വചനപ്രകാരമാണ്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം.
അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥന, പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും വചനപാരായണത്തിലൊക്കെ പറയാനുള്ള കാരണം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അപ്പം നമുക്കറിയാം, പരിശുദ്ധനായ വ്യക്തിയെ, പരിശുദ്ധനായനെ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ പരിശുദ്ധനിലേക്ക്, ആ ദൈവത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനാ നിയോഗങ്ങളും പഠന മേഖലകളും വിദ്യാഭ്യാസ വഴികളെയും ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മറ്റൊരു വചനം, ഇന്ന് നമുക്കറിയാം, നമ്മുടെ പിള്ളേരുടെയിലൊക്കെ ഒരു ചിന്തയുണ്ട്, എനിക്ക് ഈ വിഷയം ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എന്നെ കൊണ്ട് പഠിക്കാനായിട്ട് പറ്റിയല്ല. ഇങ്ങനെയുള്ള നെഗറ്റീവായ ചിന്താഗതികൾ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇനി ചെയ്യുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ ചില മക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ട്. അങ്ങനെ നമ്മൾ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കേണ്ട വചനമാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ആരിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പഠന മേഖല എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അസ്വസ്ഥതകളുണ്ട്, പരീക്ഷാ ഭയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്ന ഈ ദൈവത്തിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസം കൊണ്ട് നമ്മൾ നിറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. ജോഷുവ 1:9 പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ഇന്നാൾ പലപ്പോഴും ചാനലിൽ അതിനെക്കുറിച്ച് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളതാണ്. ജോഷുവയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവമായ കർത്താവ് പറയുന്ന കാര്യമാണ്. ജോഷുവ 1:9 പറയുന്നു, നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. വലിയ അനുഗ്രഹത്തിൻ്റെ വചനം. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മൾ പോകുന്ന വഴികൾ നമുക്ക് പ്രത്യേക സംരക്ഷണം കിട്ടും. പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്ന വലിയ ബോധ്യം നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ ജോഷുവ 1:9 ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഞാൻ പോലും ഉദ്ദേശിക്കാത്ത തലങ്ങളിലേക്ക് ഈ പഠന മേഖലയിലൊക്കെ ദൈവം നമ്മളെ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. അത് എന്നെ ശക്തിപ്പെടുത്തി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വചനമാണ് ജോഷുവ 1:9. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് മറ്റു ചൊല്ലി പ്രാർത്ഥിക്കേണ്ട മറ്റൊരു വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. വചനം ഇപ്രകാരമാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുക. അവിടെ മാത്സ് എന്നോ സയൻസ് എന്നോ ഇംഗ്ലീഷ് എന്നോ ഹിന്ദി എന്നോ ഒരു മാറ്റമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നിൻ്റെ ജീവിത വഴി എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കും. നന്മ തിന്മകളെക്കുറിച്ച് നിന്നെ പഠിപ്പിക്കും. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പഠന മേഖലകളിൽ, ജീവിത വഴികളിൽ ദൈവം അനുഗ്രഹം സമൃദ്ധമായിട്ട് വർഷിക്കും. അതുകൊണ്ട് സ്നേഹമുള്ള മക്കളെ, നമ്മൾ സ്കൂളും കോളേജും ഒക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. സമയം നമുക്ക് ഒട്ടും കളയാനില്ല. കഴിഞ്ഞുപോയ ഒരു സമയങ്ങളും, നമ്മുടെ പിന്നിട്ട് പോയ സമയങ്ങളൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും കളയാതെ ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ നമുക്ക് വിജയത്തിലെത്താനും സന്തോഷിക്കാനും, നമുക്ക് ഈ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കാൻ നമുക്ക് അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് അറിവ് നേടുന്ന ഓരോ അവസരങ്ങളെയും ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് എല്ലാവരോടും പ്രാർത്ഥനയോടുകൂടി ദൈവാനുഗ്രഹങ്ങൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി തന്നെ ഒരു ചാനൽ ഇനി തുടങ്ങാനായിട്ട് പോവുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കരിയറിനെ കുറിച്ച്, ഇനി 10ാം ക്ലാസ് അല്ലെങ്കിൽ 12 കഴിയുമ്പോൾ ഞാൻ എന്താകണം, ഏത് കോഴ്സുകൾ എടുക്കണം, നമുക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് തലത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിനെക്കുറിച്ച്. അതുകൂടാതെ പിന്നെ സ്റ്റഡി മെഡിറ്റേഷൻ നമ്മൾ ഈ ദിവസങ്ങളിൽ റെക്കോർഡ് ചെയ്യും. നമ്മൾ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കും. സ്റ്റഡി മെഡിറ്റേഷന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഇൻട്രോഡക്ടറി ടോക്ക് നമ്മൾ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഇന്നാൾ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരിക്കൽ കൂടി ആ മെഡിറ്റേഷൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ പിന്നെ അക്കാഡമിക് കോച്ചിങ്, അതായത് നമുക്ക് എങ്ങനെ എല്ലാത്തിനും ഇപ്പം കോച്ചിങ് ഉണ്ടല്ലോ, അക്കാഡമി എങ്ങനെ നന്നായിട്ട് പഠിക്കണം. അവിടെ സ്നേഹമുള്ളവർ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഇതെല്ലാം നമ്മൾ പുറത്ത് പോയി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. നമ്മൾ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ പേ ചെയ്യണം, എന്നാലും നമുക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടുള്ളൂ. നമുക്ക് യൂട്യൂബിലൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടുന്ന എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൻ്റെ മാത്രമല്ല, ഏതൊക്കെ നല്ല നല്ല മോട്ടിവേഷണൽ ക്ലാസ്സുകളാണ് കിട്ടുന്നത്, അതൊക്കെ എല്ലാ മക്കളിലേക്കും എത്തിക്കാനും, അതോടൊപ്പം തന്നെ അത് നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും അത് എത്താനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് മാത്രം കിട്ടിയാൽ അപ്പോൾ എല്ലാവർക്കും അത് കിട്ടണമെന്നുള്ള വലിയ ബോധ്യത്താൽ നമുക്ക് നിറയാം. അതുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് ഈ ദിവസങ്ങളിൽ ഈ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാ ദിവികാരണ ഈശോ നമ്മുടെ മക്കളുടെ സന്നിധിയിലേക്ക് എഴുന്നള്ളി വരുന്ന നിമിഷം. അവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പഠന മേഖലകൾ നീ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആകുലപ്പെടേണ്ട.
നിന്റെ കുറവുകളെക്കുറിച്ച് ഓർത്ത് നീ ഭയപ്പെടേണ്ട. നിന്റെ ദൈവമിതാ നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ എല്ലാ മക്കളെയും പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവികാരണീശോയെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. ദിവികാരണീശോ എന്ന നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന നിമിഷം, അന്ധനെ സുഖപ്പെടുത്തിയ കർത്താവ്, മുടന്തന് സൗഖ്യം കൊടുത്തവൻ, നിനക്ക് വേണ്ടി കാൽവരി മലയിൽ പീഡകൾ ഏറ്റുവാങ്ങിയവനിതാ നിന്റെ സന്നിധിയിൽ. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പഠനത്തെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഒരു ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കാം, സ്വപ്നങ്ങളെ സമർപ്പിക്കാം. 1 സാമുവേൽ 3:19 കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകുവാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. എൻ്റെ ഈശോയെ എൻ്റെ കൂടെ വസിച്ച് എൻ്റെ കൂടെ നടന്ന് എൻ്റെ പഠനത്തിൻ്റെയും പഠന വഴികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരണീശോയെ, ഞങ്ങളിതാ ഞങ്ങളുടെ പഠനത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. 37-ാം സങ്കീർത്തനം 4-ാം തിരുവചനം, കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും ഇതാ ഈശോ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. ദിവ്യകാരണീശോയെ, ഞങ്ങളുടെ പഠന മേഖലകളെ അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരണീശോയെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ. ഈശോയെ, എൻ്റെ പഠനങ്ങളിലേക്ക് കടന്നു വരണമേ. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂട്ടുകെട്ടുകളിലേക്ക് നീ കടന്നു വരണമേ. എൻ്റെ സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് നീ കടന്നു വരണമേ. എല്ലാ മക്കളും വലതുകരം ശിരസിലേക്ക് വെക്കുക. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. അറിവിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, എൻ്റെ പഠനത്തിലും പാഠ്യവിഷയത്തിലും വന്നു നിറയണമേ. ദിവ്യകാരണീശോയെ, എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും കഴിവുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വിരൽ തുമ്പുകൊണ്ട് പരീക്ഷകൾ എഴുതുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പഠന വഴികളെ, പഠനത്തിൻ്റെ ഓരോ നിമിഷങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ബുദ്ധിമുട്ട് നിറഞ്ഞ വിഷയങ്ങളിലേക്ക് ഈശോയെ നീ കടന്നു വരണമേ. എൻ്റെ അലസതയും അസ്വസ്ഥതയും നീക്കി ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ. വിജയത്തിൻ്റെ നിമിഷങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എന്നിൽ ചൊരിയണമേ. എൻ്റെ ഈ പ്രാർത്ഥന ഞാനിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യീശോയേ, ഓ ദിവ്യകാരുണ്യനാഥ, എൻ്റെ പഠനങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. യേശുനാഥ. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പഠിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവാണ് എൻ്റെ അധ്യാപകൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാ വിഷയങ്ങളും അവിടുന്ന് എന്നെ പഠിപ്പിക്കുന്നു. അറിവിൻ്റെ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. തൻ്റെ വിജ്ഞാനത്താൽ നിറച്ച് അറിവിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നു. പ്രയാസമേറിയ പരീക്ഷകളെയാണ് ഞാൻ നേരിടേണ്ടതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരു ചോദ്യത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ വചനങ്ങളും വാഗ്ദാനങ്ങളും അങ്ങേക്ക് ഉറപ്പേകുന്നു. ഏറ്റവും വിഷമമുള്ള വിഷയം പോലും അവിടുന്ന് എനിക്ക് എളുപ്പമാക്കി തീർക്കുന്നു.
എൻ്റെ ശിരസ് ബുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശരിയായ ഉത്തരങ്ങളാൽ എൻ്റെ കടലാസ് നിറഞ്ഞു കവിയുന്നു. പഠിക്കുവാനുള്ള അനുഗ്രഹങ്ങളും എൻ്റെ വിദ്യാഭ്യാസ വേളയിൽ അവിടുന്ന് എനിക്ക് നൽകും. ഞാനെപ്പോഴും എൻ്റെ അധ്യാപകനായ ഈശോയുടെ വിശ്വസ്തനായ വിദ്യാർത്ഥിയായിരിക്കും. ഈ വചനം നമുക്ക് ഏറ്റുചൊല്ലാം. ഫിലിപ്പി 4:13 ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എല്ലാ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഈ വചനം ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എൻ്റെ ആത്മവിശ്വാസ കുറവിനെ, എൻ്റെ പരീക്ഷാ ഭയത്തെ, ഉത്കണ്ഠകതകളെ, ആകുലതകളെ, അക്കാഡമിക് സ്ട്രെസ്സിനെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം തിരുവചനം. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ അവിടുന്ന് ഫലമണിയും. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ 2 കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ പഠനത്തിൻ്റെ എല്ലാ മേഖലകളെയും ഈശോയിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് ചേർത്ത് വയ്ക്കാം. ഈശോ ഇതാ നിൻ്റെ പഠനത്തിൻ്റെ മേഖലകളെ, നിൻ്റെ ജോലി മേഖലയെ, നിൻ്റെ സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഈശോയെ പഠിക്കുന്ന എല്ലാ മക്കളിലേക്കും നിൻ്റെ കൃപയൊഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. The name of the Father Almighty God, Creator of heaven and earth. The name of Jesus Christ, only begotten Son, Lord and Savior. The name of the Holy Spirit, the Paraclete. Through the intercession of Saint Michael the Archangel, the Blessed Virgin Mary of Saint Joseph, the Blessed Apostles, Peter, Paul, Saint John, Saint James, Saint Thomas, Saint George, Saint Anthony, Saint Augustine, Saint Benedict, Saint Padre Pio, Saint John Maria Vianney, and all the apostles and saints, and with authority of priesthood conferred on me, together with Pope Francis, all the bishop and priest, rebuke and command every spirit of darkness, oppression, obsession, affliction, fear, sickness, sinful bondages, financial crisis, job crisis, from these students right in the name of Jesus Christ, to be born and cast out of the outside of darkness. Let Jesus take a refuge, Satan. Let Jesus send you bound to the outside of darkness. The name of Jesus, Son of the living God. The name of Jesus, Son of the Blessed Virgin Mary. I challenge every spell and work of darkness. They command you, go to the feet of Jesus. Let them experience the fullness of Jesus' redemption. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എൻ്റെ ഈശോയെ എൻ്റെ പഠന മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ പ്രത്യേകമാം വിധം പഠിക്കാനായിട്ട് പോകുന്ന എല്ലാ മക്കളിലേക്കും നിൻ്റെ കൃപ ഒഴുകണമേ. അവരുടെ ബുദ്ധി തലങ്ങളെ, അവരുടെ ജീവിത വഴികളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ എല്ലാ മക്കളുടെ ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറിനെ ഇതാ കർത്താവ് ആശീർവദിക്കുന്നു. പഠിക്കാനായിട്ട് വിഷമമുള്ള എല്ലാ വിഷയങ്ങളെ ഈശോ ഇതാ നിനക്ക് സാധ്യമാക്കി തന്ന് അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ പരീക്ഷയ്ക്കായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ഉപകരണങ്ങളെ ഇതാ യേശുനാമത്തിൻ്റെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, എല്ലാ മക്കളിലേക്കും കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.